എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നിങ്ങളുടെ എനർജി ആയിരിക്കും എൻ്റെ എനർജി. നിങ്ങൾക്ക് എനർജി ഇല്ലെങ്കിൽ എനിക്ക് എനർജി ഉണ്ടാവില്ല. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് ജസ്റ്റ് എപ്പോഴും കുറച്ച് താരങ്ങൾ തന്നെയാണ് ഇവിടെ വരുന്നത്. പക്ഷെ അവർ വരുന്നത് കുറച്ച് സുവിശേഷകരായിട്ടാണ്. ക്രിസ്തീയ പരിപാടി ആയതുകൊണ്ട് സിനിമ ഡയലോഗ്സ് ഒന്നുമില്ല, ജസ്റ്റ് സ്പീച്ച് പറയാൻ വേണ്ടിയിട്ട് ഓരോ താരങ്ങൾ നിങ്ങളുടെ മുമ്പിലോട്ട് വരും. ചിലപ്പോൾ ബൈബിളിലെ വേർഡ്സ് ആവാം, ചിലപ്പോൾ എന്തെങ്കിലും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക, പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് ഈ വേദിയിലേക്ക് സുരേഷ് ചേട്ടനെ വിളിക്കാം. ഓക്കെ, എല്ലാവരും ഓക്കെ അല്ലേ? എന്താ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എന്താ ആരുടെ മുഖത്ത് ഒരു സന്തോഷമില്ലാത്ത? നിങ്ങളൊന്ന് ചിരിച്ചേ. ഇവിടെ നിങ്ങൾ വന്നത് ഇവിടെ അടിച്ചു പൊളിച്ച് പോവാൻ വേണ്ടിട്ടാ. അതുകൊണ്ട് ഞാൻ ഏതായാലും 2 വചനം അങ്ങ് പറഞ്ഞിട്ട് അങ്ങ് പോവാ അല്ലേ? ഓക്കെ, എല്ലാരും റെഡി അല്ലേ? എന്നാ കേട്ടോ, എന്റെ കളപ്പുരകൾ പൊളിച്ച് ഇതിനും വലുത് ഞാൻ പണിയും. എന്നിട്ട് എന്റെ വിളവ് പോകുന്ന വസ്തെല്ലാം അതിന് ഞാൻ കൂട്ടി വെക്കും. എന്നിട്ട് എന്നോട് തന്നെ ഞാൻ പറയും, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, സന്തോഷിക്കുക. എന്നിട്ട് അപ്പോ അവനോട് ദൈവം ചോദിക്കും, മൂടാ, നീ ഒരുക്കി വെച്ചതൊക്കെ ആർക്കാ? നിന്റെ പ്രാണനെ ഞാൻ ഇങ്ങ് എടുക്കുക. അപ്പോ ദൈവ വിഷയമായി സംഭവിക്കുന്ന എല്ലാവരുടെ അവസ്ഥ ഇതാ. കേട്ടോ, പോട്ടെ. ഇനി അടുത്തത് മോഹൻലാൽ. അയ്യോ, എന്താ ചെയ്യ? നിങ്ങളൊക്കെ കാണുമ്പോണ്ടല്ലോ എനിക്കിങ്ങനെ അയ്യോ എനിക്ക് പറയാൻ പറ്റില്ല. എന്തായാലും വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ കുഞ്ഞുകുട്ടികളുടെയൊക്കെ നല്ല നല്ല പ്രോഗ്രാംസ്. എന്താ എനർജി! എല്ലാവരും വലിയ അടിപൊളിയാണ്, പറയാൻ പറ്റില്ല. എന്നാലും ഞാനിവിടെ വന്നത് 2 വചനം പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ടാ. നിങ്ങളൊക്കെ ഓക്കെ അല്ലേ കേൾക്കാൻ? ആരും ഒന്നും പറയുന്നില്ല? അയ്യോ, ഓക്കെ ഓക്കെ. എന്താ ഞാൻ ഇപ്പോഴും പറയാൻ പോവാ. പിടിച്ചോ. ദ്രവത്തിൽ നിന്ന് അദ്രവത്വവും മർത്യത്തിൽ നിന്ന് അമർത്യവും രൂപാന്തരപ്പെടും. അപ്പോൾ എന്ത് സംഭവിക്കും? ഒന്നുകൂടെ ഞാൻ പറയാം. ദ്രവത്തിൽ നിന്ന് അദ്രവത്വവും മർത്യത്തിൽ നിന്ന് അമർത്യവും രൂപാന്തരപ്പെടുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്ന വചനം നിവൃത്തിയാകും. അല്ലേ? ഇതൊന്നും അറിയാതെയാണോ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്? കഷ്ടം. ഓക്കെ, പോട്ടെ. ഓക്കെ, ബൈ ബൈ. ഇനി അടുത്തത് ദിലീപ്. എന്താ ഈ കാണാം? നിങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് എന്ത് സന്തോഷമാണെന്നറിയോ? നിങ്ങളുടെ ഈ ചിരിയൊക്കെ കാണുമ്പോൾ ഞാൻ എന്നെ തന്നെ മറന്നു പോവാ. എന്തായാലും നിങ്ങളൊന്ന് അടിച്ചു പൊളിക്കുമെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ 2 വാക്ക് നിങ്ങളോട് പറഞ്ഞിട്ട് പോവാം. എന്താ പറയപ്പോ? സ്നേഹത്തെക്കുറിച്ച് പറയാല്ലേ? ഓക്കെ. സ്നേഹം ദീർഘക്ഷമായി ക്ഷമിക്കും, ദയ കാണിക്കും, സ്പർദ്ധിക്കില്ല, നിഗളിക്കില്ല, ചീർക്കില്ല, എല്ലാം പൊറുക്കും, എല്ലാം സഹിക്കും, എല്ലാം പ്രത്യാശിക്കും, എല്ലാം വിശ്വസിക്കും, പിന്നെ ഒന്നും ഉതിർക്കില്ല. പോട്ടെ, കാണാം. അടുത്തത് മമ്മൂട്ടി. ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വണക്കം. എന്തേ ആരുടെ മുഖത്ത് ഇതില്ലാത്ത ചിരിച്ചേ? അറിയോ ഞാനിവിടെ വന്നിരിക്കുന്ന 2 വചനം പറയാനാ. പറയട്ടെ? ഓക്കെ, കേട്ടോ. ആരും അറിയോ ആത്മീയ വരങ്ങൾ എന്താന്ന്? അറിയോ? അറിയില്ല. ഞാൻ പറഞ്ഞുതരാം. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ,
പരോപകാരം, വിശ്വസ്ത, ഇന്ദ്രിയം, ഇതൊന്നും അറിയാണ്ടാണോ നിങ്ങളോട് ഇരിക്കുന്നത്? അടുത്തത് നമ്മുടെ ലാലു അലക്സ്. വളരെ പേഴ്സണലായിട്ട് പറയുക. എടി സൂസിക്കോട്ടെ, നിന്നോട് ഞാൻ പറയട്ടെ, മലമേലുള്ള പട്ടണം അറിഞ്ഞിരിപ്പാൻ പാടില്ല. എടി വിളക്ക് കത്തിച്ച് തട്ടിക്കീഴിലല്ല, മരത്തുമേല വെക്കട്ടെ. അപ്പോ അതെല്ലാവർക്കും പ്രകാശിക്കും. പോട്ടെ. അടുത്തത് ലാസ്റ്റ് പ്രേം നസീർ. ഓക്കെ, ആ മണ്ടിപ്പെണ്ണേ, അമ്മേ, ഞാനൊരു ശബ്ദം കേട്ടമ്മേ. ആ യെരൂശലേം നഗരം മണവാട്ടിയെ പോലെ ഒരുങ്ങി നിൽക്കുന്നത് ഞാൻ കണ്ടമ്മേ. ആ സിംഹാസനത്തിൽ നിന്ന് ഞാനൊരു ശബ്ദം കേട്ടത് ആ മനുഷ്യരോട് കൂടെ ആ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കുന്നു, ആ ദൈവം അവരോട് കൂടെ ഇരിക്കുന്നു. ഇനി കണ്ണുനീരുണ്ടാവില്ല അമ്മേ. ആ ദുഃഖവും ആ മുറിവിളിയും കഷ്ടതയെല്ലാം അത് നീങ്ങിപ്പോകും. അമ്മേ, സിംഹാസനത്തിലൊരുവൻ, ഇതെല്ലാം ഈ വചനമെല്ലാം സത്യമാണ് അമ്മേ. സത്യം, സത്യം, സത്യം. ഓക്കെ, താങ്ക് യു.